നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മളൊരു കുഞ്ഞു വ്ലോഗുമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് ഞായറാഴ്ചയായിട്ട് ഒന്ന് പുറത്ത് പോകാനും പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഏട്ടനുണ്ട്, ആദ്യമോൻ ഇന്ന് സ്കൂളൊന്നും ഇല്ലല്ലോ, അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഒന്ന് മക്കളെല്ലാം കൂട്ടിയിട്ട് പുറത്ത് പോകാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അതിനു മുമ്പായിട്ട് നിങ്ങളോട് ഒരുപാട് നന്ദി പറയാനുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ചാനലിൽ നമ്മൾ സ്കിറ്റ് വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 10 വീഡിയോൻ്റെ അടുത്ത് നമ്മൾ സ്കിറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആ വീഡിയോന് ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ടും നിങ്ങൾ ഇതുപോലുള്ള സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് ആയിട്ട് അറിയിച്ചു കഴിഞ്ഞാൽ നമ്മളത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നതാണ്. അപ്പോൾ പുതിയ ഒരുപാട് കൂട്ടുകാർ നമ്മളെ ചാനലിലേക്ക് വന്നിട്ടുണ്ട്. അവരോട് എല്ലാവരോടും പറയാം, എൻ്റെ പേര് ജിജിഷ, എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് നിലീഷ്, നമ്മുടെ ചാനലിൻ്റെ പേര് ജിജിഷ നിലീഷ്. പിന്നെ നമുക്ക് 2 മക്കളുണ്ട്, വാമിക നിലീഷ്, ആദികേഷ് നിലീഷ്. അപ്പോൾ നമ്മൾ ആദിക്കുട്ടനെ ഇതാ കിടന്ന് കളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. വാമി മോള് നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ വീഡിയോ എല്ലാം എടുത്തിട്ട് അകത്തേക്ക് വരുമ്പോഴേക്കും നമ്മളെ വാമിക്കുട്ടി ഇതാ ഉറങ്ങി എണീച്ചിട്ടുണ്ട്. ആൾ ഉറങ്ങി എണീച്ചപ്പോൾ തൊട്ടേ ഭയങ്കര കളിയിലാണ് കേട്ടോ. ഈ ഒരു തോക്ക് എന്ന് വെച്ചാൽ നമ്മൾ ആദ്യക്കുട്ടനെ ഇന്നലെ തെയ്യത്തിന് പോയപ്പോൾ വാങ്ങിയതാണ്. അത് രണ്ടും വെച്ചിട്ടാണ് 2 ആളും ഇവിടുന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അച്ഛനും മക്കളും ഇവിടുന്ന് ഭയങ്കര കളിയിലാണ്. ആമിക്കുട്ടിയെ അങ്ങനെ അവരവിടുന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളിന്ന് പുറത്ത് പോകുന്നതെന്ന് പറഞ്ഞില്ലേ, ഇവിടെ തൃക്കരിപ്പൂർ ഫെസ്റ്റിന് പോകുന്നതെന്ന്. അപ്പോൾ വൈകുന്നേരം പോകുമ്പോൾ ഈ ഒരു ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് അതൊന്ന് ഷേപ്പാക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. ഇത് XXL ആണ് കേട്ടോ സൈസ്. അപ്പോൾ ഈ ഒരു കളറ് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അതപ്പോൾ എടുത്തതേ ഉള്ളൂ, കുറച്ച് വലുതാണ്. ഞാൻ സാധാരണയായിട്ട് XL ആണ് ടോപ്പ് എടുക്കൽ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു പഴയ ടോപ്പ് അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ആദ്യക്കുട്ടൻ്റെ ഒരു ക്രയോൺസിൻ്റെ കുഞ്ഞ് കഷ്ണം കിട്ടിയിട്ടാ, അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങാം കേട്ടോ. നമ്മളെ വാമിക്കുട്ടി എപ്പോഴാന്ന് കരയാൻ തുടങ്ങുന്നൊന്നും പറയാൻ പറ്റൂല. അപ്പോൾ ഇതാണ് എൻ്റെ ടൈലറിങ് മിഷ്യൻ. അപ്പോൾ ടൈലറിങ് എന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ, ജസ്റ്റ് ചവിട്ടാൻ മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ടോപ്പെല്ലാം ഞാൻ തന്നെ ഷേപ്പാക്കില്ല. അതുപോലെ മാക്സി, പിന്നെ എന്തെങ്കിലും സ്റ്റിച്ച് വിട്ട കാര്യങ്ങളെല്ലാം ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. ടൈലറിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മളെ വാമിക്കുട്ടി ഒരു അംഗനവാടിയിലെല്ലാം ആയ ശേഷം ടൈലറിങ് പഠിക്കാൻ പോകണമെന്നെല്ലാം വിചാരിക്കുന്നുണ്ട്. പിന്നെ നെക്കിന് ചെറിയൊരു ഡിസ്ക് പ്രോബ്ലം ഉള്ളതുകൊണ്ട് വലിയ രീതിയിൽ എനിക്ക് സ്റ്റിച്ച് ചെയ്ത് അങ്ങനെ പുറത്തേക്ക് കൊടുക്കാൻ പറ്റും അങ്ങനെ ഒരു പ്രതീക്ഷയൊന്നുമില്ല. പക്ഷേ സ്റ്റിച്ചിങ് പഠിച്ചാൽ നമ്മുടെ ഡ്രസ്സ് നമുക്ക് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാമല്ലോ. മാത്രമല്ല എനിക്ക് വാമിക്കുട്ടിക്ക് എനിക്ക് തന്നെ ഒരുപാട് കുഞ്ഞുടുപ്പുകളിൽ തുന്നി കൊടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ. അപ്പോൾ ഞാനില്ലേ മെഷീൻ്റെ അടുത്തേക്ക് വരുമ്പോൾ കത്രിക എടുക്കാൻ മറന്നുപോയി. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് നൂലിതേക്ക് അടിച്ച് പൊട്ടിക്കുന്നുണ്ട്. ഒരു സൈഡ് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് ഓക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ മറ്റേ സൈഡും കൂടി അടിച്ചാൽ നമ്മൾ ടോപ്പ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ടൈലറിങ് പഠിക്കാത്തത് കൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ സ്റ്റിച്ച് ചെയ്താൽ പെട്ടെന്ന് തന്നെ ശരിയായി കിട്ടും കേട്ടോ. ഇടയ്ക്ക് നമ്മൾ 1, 2, 3 പ്രാവശ്യം തുന്നി പൊട്ടിച്ചിട്ട് വീണ്ടും അടിക്കേണ്ടി വരും, എന്നാലേ ശരിയാവുള്ളൂ. പക്ഷേ നമ്മൾ കുറച്ചൊന്ന് കഷ്ടപ്പെട്ടാലും ഞാൻ ഡ്രസ്സ് സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്തിടുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അതുമാത്രമല്ല നമ്മളിങ്ങനെ പുറത്ത് കൊടുക്കുമ്പോൾ വെറുതെ 30 50 രൂപ ഇപ്പോൾ ഒരു ടോപ്പ് ഷേപ്പ് ചെയ്താൽ നമ്മൾ കൊടുക്കേണ്ടി വരും. അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്കറിയുന്ന കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്ത് എടുക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം മാത്രമല്ല നമുക്ക് അത്യാവശ്യം പൈസ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എന്തോ ഒരു ഭാഗ്യത്തിന് നമുക്ക് ആദ്യത്തെ പ്രാവശ്യം തന്നെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ടോപ്പിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ഞാനിതേ നമ്മളെ വാമിക്കുട്ടിക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് പുറത്തേക്ക്. അങ്ങോട്ട് ബാബുച്ചിണ്ടാക്കി ഇത് കൊച്ചു കുക്കന് വാമിമോക്ക് പൊതുവേ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര മടിയാണ് കേട്ടോ. നമ്മൾ പിന്നെ ആദ്യക്കുട്ടന് കാർട്ടൂൺ കണ്ടിട്ട് ഫുഡ് കൊടുത്തിട്ട് ഇപ്പോൾ ആകെ പെട്ടുപോയിട്ടേ ഇല്ല, കാർട്ടൂൺ ഇല്ലാതെ ഫുഡ് കഴിക്കൂല എന്നുള്ള വിധത്തിലെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ മാക്സിമം നമ്മൾ വാമിമോൾക്ക് ഫോണ് കാണിക്കാതെ ഇരിക്കലുണ്ട് കേട്ടോ. പിന്നെ ആദ്യക്കുട്ടൻ കാണുമ്പോൾ അവളും പോയിട്ട് എത്തി നോക്കുന്നതല്ലാതെ ഫുഡ് കൊടുക്കാനായിട്ട് ഞാൻ വാമിക്കുട്ടിക്ക് ഫോൺ ഓണാക്കി കൊടുക്കലേ ഇല്ല. ഇതുപോലെ ഇങ്ങനെ പുറത്തേക്കൂടെ എടുത്ത് നടന്നിട്ട് ഞാൻ ഇങ്ങനെ കോയിനെയും പൂച്ചേനെയും കാക്കേനെയും കാണിച്ചിട്ട് കൊടുക്കലാണ് കേട്ടോ.
പിന്നെ ഈ ഒരു സ്ക്യൂസ് ബോട്ടിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഞാൻ വാമിമോക്ക് ഒരു 8 മാസം കഴിഞ്ഞ പിന്നെ ഈ ഒരു ബോട്ടിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇതാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര എളുപ്പമാണ് കേട്ടോ. ഇത് ഞാൻ മീഷോന്ന് വാങ്ങിയിട്ടുള്ളതാണ്. അതിനിടയ്ക്ക് നമ്മൾ ആദ്യക്കുട്ടനില്ലേ ഇവിടെ നിന്ന് ചെറിയൊരു കുരുത്തക്കേട് ഒപ്പിക്കുന്നുണ്ട് കേട്ടോ. നമ്മളിവിടെ ഒരു പഴയ ബക്കറ്റിൽ കക്കേൻ്റെ തോടില്ലേ, നമ്മളിവിടെ ഇളമ്പക്ക എന്നാണ് പറയില്ലേ, അതിൻ്റെ തോട് ഇട്ട് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളം എടുത്ത് ഒഴിച്ചിട്ട് ഒരു വടിക്കഷ്ണം എടുത്തിട്ട് ഇങ്ങനെ ഇളക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ പെട്ടുപോയി എന്നുള്ള അർത്ഥത്തിലുള്ള ചിരിയാന്ന് കേട്ടോ അത്. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇതാ നമ്മളെ വഴുതിനങ്ങ തേയിൽ അതിൻ്റെ പൂ പിടിച്ചിട്ട് കണ്ടു കേട്ടോ. അപ്പം ഞാൻ ആദ്യം മോനെ വിളിച്ചിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതിന് വെള്ളമെല്ലാം ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് ഇങ്ങനെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വാമിമോക്ക് ഫുഡെല്ലാം കൊടുത്തു കഴിഞ്ഞ് നമ്മൾ ഇതേ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. അപ്പോൾ ഇന്ന് ചിക്കൻ വറവുണ്ട് കേട്ടോ. ഇത് അമ്മേൻ്റെ സ്പെഷ്യൽ ചിക്കൻ വറവാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അച്ചാർ, സാമ്പാർ കറി, ഇതെല്ലാം കൂട്ടിയിട്ട് നമ്മൾ ഫുഡെല്ലാം കഴിച്ച ശേഷം ഏട്ടൻ ഇതേ ചെറിയൊരു വർക്ക് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഏട്ടൻ അവിടെ നിന്ന് പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മളൊരു 5:30 ആയപ്പോഴേക്ക് റെഡി ആവാൻ വേണ്ടിയിട്ട് തുടങ്ങി കേട്ടോ. ഞാനിതേ വാങ്ങുമോൾക്ക് ഈ ഒരു ഫ്രോക്കാണ് ഇട്ട് കൊടുത്തത്. ആദ്യക്കുട്ടിനെ റെഡിയാക്കിയിട്ട് ആൾ പുറത്തിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ പിന്നെ റെഡി ആവാൻ വേണ്ടി തുടങ്ങി. നമ്മളെ വാമിക്കുട്ടീൻ്റെ പൗഡർ എടുത്തിട്ട് ഞാനൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നമ്മളെ കണ്ണാടിയിൽ വെച്ചിട്ട് ഒരു പൊട്ടുണ്ട്. അപ്പോൾ എനിക്ക് ബ്ലാക്ക് പൊട്ട് വെക്കുന്നതാണ് കേട്ടോ എപ്പോഴും ഇഷ്ടം. അപ്പോൾ ആ ഒരു പൊട്ട് വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒരു ലിപ്സ്റ്റിക്കും കൂടി ഇട്ടെടുക്കുന്നുണ്ട്. നമ്മളെ മേക്കപ്പിൽ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. അവിടെ പോകുമ്പോൾ ഈ ഒരു രീതിയിൽ മേക്കപ്പ് ചെയ്യാൻ എനിക്കറിയുള്ളൂ. ഭയങ്കരമായ മേക്കപ്പൊന്നും എനിക്ക് ചെയ്യാൻ അറിയില്ല കേട്ടോ. പിന്നെ ഞാനിതേ ജസ്റ്റ് ഒരു കുഞ്ഞ് ജിമിക്ക് കമ്മലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സിന്ദൂരം വെച്ച് കൊടുത്തു. പിന്നെ നമ്മൾ ഹിമാലയൻ്റെ ആ കുഞ്ഞ് കൺമഷിയിൽ അത് വെച്ചിട്ട് ഒന്ന് കൺമഷി കണ്ണും കൂടി എഴുതി കൊടുത്താൽ നമ്മളെ മേക്കപ്പെല്ലാം കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഇതേ രണ്ടാളും കൂടി ഇവിടെ കുരുത്തക്കേട് കളിക്കേണ്ട പണിയില്ലാന്ന്. ആദ്യക്കുട്ടൻ ഇപ്പോൾ സോഫേൻ്റെ മേലെല്ലാം വലിഞ്ഞ് കയറുന്നുണ്ടെങ്കിൽ വാമിക്കുട്ടിയും അങ്ങനെ തന്നെ കയറാൻ തുടങ്ങിയിട്ടാ. ഇപ്പം നമ്മളെ വാമിക്കുട്ടീനെ നോക്കണമെങ്കിൽ 100 കണ്ണ് വേണം. എല്ലാത്തിൻ്റെ മേലെയും ചാടി കയറാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇതേ പോകുമ്പോൾ എടുക്കേണ്ട ബാഗിൽ ഞാൻ വാട്ടർ ബോട്ടിലും എല്ലാം എടുത്തിട്ട് സെറ്റാക്കുന്നുണ്ട്. അപ്പം നമ്മളിതേ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുമെന്ന്. അങ്ങനെ നമ്മളെല്ലാവരും റെഡി ആയിട്ടുണ്ട്. ഏട്ടനും ഇതേ സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മളിവിടുന്ന് അടുത്ത് തന്നെയാണ് കേട്ടോ. ഏകദേശം ഒരു 10 കിലോമീറ്റർ ദൂരേ ഉള്ളൂ. അപ്പോൾ കുറേ ദിവസമായി ഫെസ്റ്റ് തുടങ്ങിയിട്ട് ഇന്നാണ് ലാസ്റ്റ് ദിവസം കേട്ടോ. പിന്നെ ആദ്യമോനും ഒരു രസമല്ലേ എങ്ങനെയെങ്കിലും കൂട്ടി പോകുന്നത്. എപ്പോഴെങ്കിലും നമ്മളങ്ങനെ പുറത്തേക്ക് പോവുള്ളൂ. അപ്പോൾ ഓനും കൂടി ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഒരു രസമല്ലേ. പിന്നെ നമ്മൾ ആദ്യക്കുട്ടനെ അവിടെ നിന്ന് സ്കൂളിൽ നിന്ന് ഒരു കൂപ്പൺ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്ന് ഏതെങ്കിലും റൈഡിലെല്ലാം കയറുമ്പോൾ പകുതി പൈസയായിരിക്കും കുട്ടികൾക്ക്. അങ്ങനെ ഒരു കൂപ്പണും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കൂപ്പണെല്ലാം എടുത്തിട്ട് നമ്മളിതേ ഇറങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നു. അങ്ങനെ നമ്മളിതേ വണ്ടിയെല്ലാം പാർക്ക് ചെയ്തിട്ട് ഫെസ്റ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ഫെസ്റ്റിൻ്റെ അകത്തേക്കുള്ള എൻട്രൻസ് എന്ന് പറഞ്ഞാൽ ഒരു വിമാനത്തിൻ്റെ അകത്തേക്ക് കൂടെയാണ് കേട്ടോ കയറേണ്ടത്. അപ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിലാണെന്നായിട്ടാണ് ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. അപ്പോൾ ഏട്ടൻ അവിടെ പോയിട്ട് ടിക്കറ്റെല്ലാം എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇതേ വിമാനത്തിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഫ്ലൈറ്റിൽ കയറുന്നത്. അപ്പോൾ ഫ്ലൈറ്റിൽ കയറണം എന്നില്ല എനിക്കൊരു വലിയൊരു ഡ്രീമാണ് കേട്ടോ. എപ്പോഴെങ്കിലും നമ്മളും ഫ്ലൈറ്റിൽ കയറുമായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതേ അവിടെ ഇരുന്നിട്ട് ഫോട്ടോസെല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതേ അകത്തെത്തുമ്പോൾ ഇങ്ങനെ ഒരുപാട് മൃഗങ്ങൾ ഇങ്ങനെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആദ്യക്കുട്ടൻ വിചാരിച്ചത് ഇത് ശരിക്കുള്ളതാണെന്ന് വിചാരിച്ചിട്ട് ഭയങ്കരമായിട്ട് പേടിച്ചിട്ട് ഒച്ചപ്പടലാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് ആൾക്ക് പറഞ്ഞു കൊടുത്തു കേട്ടോ, ഇതിങ്ങനെ ആക്കി വെച്ചതാണ് ശരിക്കുമല്ല മോനെ എന്നെല്ലാം പറഞ്ഞു കൊടുത്ത് ആളെ ഓക്കെ ആക്കി എടുത്തിട്ടുണ്ട്. എന്നാലും ഉള്ളിൽ കുറേ സമയം ചെറിയൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആദ്യക്കുട്ടനെ അത് കണ്ടിട്ട് മതിയാവുന്നേ ഇല്ല. അങ്ങനെ നമ്മൾ കുറേ സമയം അവിടെ തന്നെ നിന്ന് കേട്ടോ. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നമ്മൾ സമയം ചിലവാക്കിയത് ഈ ഒരു ഏരിയയിൽ തന്നെയാണ്.
ആദ്യം നോക്കിയത് പിന്നെ നമ്മൾ അതിൻ്റെ അകത്തേക്ക് വരുമ്പോൾ ഒരുപാട് കുഞ്ഞു കുഞ്ഞു കടകളുണ്ട് കേട്ടോ. ഇത് എല്ലാ ഫെസ്റ്റിനും പൊതുവേ ഉണ്ടാകുന്നത് തന്നെയല്ലേ. ചെറിയ ചെറിയ കടകൾ, ചെരുപ്പുണ്ട്, ബെഡ്ഷീറ്റ് ഉണ്ട്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്നൊന്നും നമ്മളൊന്നും വാങ്ങിയിട്ടൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. പിന്നെ കുറച്ച് ഫാൻസി സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ഇവിടെ നിന്ന് വെച്ചാൽ ഏതെടുത്താലും 20 രൂപയാണ് കേട്ടോ. പക്ഷെ നല്ല ക്വാളിറ്റിയിലെ സാധനം തന്നെയാണ്. ഞാൻ അവിടെ നിന്ന് ഒരു 4 വള, പിന്നെ 2 കമ്മൽ, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫെസ്റ്റിൻ്റെ അകത്തേക്കൂടെ നടന്ന് നമ്മൾ അവസാനം ഇതേ റൈഡിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കുഞ്ഞ് ട്രെയിനിൽ കയറണമെന്ന് ആദ്യക്കുട്ടൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടുണ്ടായിനെ. പക്ഷേ അതിൽ കുറേ കുട്ടികൾ വരുന്നവരെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ജസ്റ്റ് എസ്കേപ്പായി കേട്ടോ. പിന്നെ നമ്മൾ വിചാരിച്ചു ഞാനും ആദ്യക്കുട്ടനും ഒരുമിച്ചിട്ട് വേറെ റൈഡിൽ കയറാമെന്ന് വിചാരിച്ചു. ഏട്ടനും മാമിക്കുട്ടിയും വന്നിട്ടില്ല കേട്ടോ. അവർ രണ്ടാളും അവിടെ നിന്നു. ഞാനും ആദ്യമോനും കൂടിയിട്ട്, ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല, എന്തോ ഒരു ട്രെയിൻ പോലുള്ള സംഭവമാണ്, അതിനകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാനും ആദിക്കുട്ടനും ഇതേ 3ാമത്തെ സീറ്റിലാണ് കേട്ടോ ഞാനും ആദിക്കുട്ടനും ഇരുന്നിട്ടുള്ളത്. ആദിക്കുട്ടന് ഒരു പേടിയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെറിയൊരു പേടിയാണ് കേട്ടോ. ഒന്നാമത് ഒറ്റയ്ക്കാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ആദ്യമോനും കൂടി ഉണ്ടാകുമ്പോൾ ഇങ്ങനത്തെ എല്ലാം കയറുമ്പോൾ എന്തോ ഒരു പേടിയാണ് കേട്ടോ ഉള്ളിൻ്റെ ഉള്ളിൽ. അപ്പോൾ നമ്മൾ ആകാശത്തോട്ടിൽ ഇതേ ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അതിലാരും കയറുന്നൊന്നും കണ്ടിട്ടുണ്ടായിട്ടില്ല കേട്ടോ. പക്ഷെ അത് ജസ്റ്റ് ഇങ്ങനെ കറങ്ങുന്ന കാണാൻ തന്നെ നല്ലൊരു രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ട്രെയിൻ ഇതേ മൂവ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം അത് മെല്ലെ പോയി, പിന്നെ സ്പീഡ് കൂടി കൂടി വരുമ്പോൾ എനിക്കും ആദ്യക്കുട്ടനും നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളെല്ലാം കറങ്ങി ഇതേ പുറത്തേക്ക് പോകുന്നു. അപ്പോൾ ഇവിടെയെന്ന് വെച്ചാൽ നമ്മൾ കയറി അതിലേ കൂടെ തന്നെ തിരിച്ചു വരുമ്പോഴും ഇറങ്ങേണ്ടത് കേട്ടോ. വേറെ പുറത്തേക്ക് വേറെ വഴിയൊന്നുമില്ല. അപ്പം നമ്മൾ ഏതുവഴിയാണോ ഫെസ്റ്റിൻ്റെ അകത്തേക്ക് എല്ലാം കയറേണ്ടത് അതുപോലെ തന്നെ തിരിച്ചിറങ്ങുകയും വേണം കേട്ടോ. അപ്പം നമ്മളിത് ഇറങ്ങുന്ന സമയത്ത് ഇതാ വീണ്ടും ഫ്ലൈറ്റിൻ്റെ അകത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ഞാനിതേ വാമിക്കുട്ടിക്ക് ആദിക്കുട്ടനും വെള്ളവും പിന്നെ നമ്മൾ ചോളപ്പൊരിയെല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, അതെല്ലാം കൊടുത്തു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മൾ അടുത്തത് നല്ല അടിപൊളി സ്കിറ്റുമായിട്ട് വരുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബായ്.